എന്തെങ്കിലും ഒരു ഭക്ഷണ സ്മെല്ല് പോലും പറ്റില്ല. ഭയങ്കര ഓക്കാനോ ക്ഷീണവും തളർച്ചയൊക്കെ ആയിരിക്കും. പേടിയാണ് അവർക്ക്. ആ കലണ്ടറിന്ന് പീരീഡ്സിന്റെ ആ ഡേറ്റ് മാത്രം എടുത്ത് കളയാൻ പറ്റുമെന്ന് ചോദിക്കണേ. അത്രയും ഭയങ്കര വേദനയായിട്ട് എല്ലാ മാസവും കറക്റ്റ് ഇങ്ങനെ വേദന വരും. നമ്മൾ ചിലപ്പം ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടെസ്റ്റ് ഒക്കെ നടത്തുന്ന സമയത്തോ പ്രത്യേകിച്ച് പത്തോളജി ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. വേദന അത് അൾട്ടിമേറ്റ് അതാണല്ലോ. സെക്സ് ചെയ്യാതെ കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരു അച്ഛനും മോളും കൂടെ വന്നിരുന്നു. അപ്പം മകള് ഭയങ്കര ഗ്ലൂമി ആയിട്ടാണുള്ളത്. പക്ഷെ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് അച്ഛനായിരുന്നു. കംപ്ലൈന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പീരീഡ്സിന്റെ സമയത്ത് ഭയങ്കര വേദനയാണ് ആൾക്ക്. എന്ന് വെച്ചാല് എക്സാമിന് പോകാൻ മടിയാണ്. അച്ഛൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ആൾക്ക് പീരീഡ്സിന്റെ സമയത്ത് ഭയങ്കര വേദനയാണ്. അപ്പൊ അത് കാരണം ഭയങ്കര മടിയാണ്, ക്ലാസ്സിൽ പോകാൻ മടിയാണ്. ഇപ്പൊ എക്സാം വരുന്നതിന്റെ പേടിയാണ്. പീരീഡ്സ് വരുന്ന സമയത്ത് ഒരു മരണവേദന പോലെയാണ്, അത്രയും വേദനയാണെന്നാ പറയുന്നത്. മകള് ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ കലണ്ടറിന്ന് പീരീഡ്സിന്റെ ആ ഡേറ്റ് മാത്രം എടുത്ത് കളയാൻ പറ്റുമെന്ന് ചോദിക്കണേ. അത്രയും ഭയങ്കര വേദനയായിട്ട്. അല്ലെ, പീരീഡ്സിന്റെ വേദന ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. കാരണം മിക്കവാറും ആളുകള് പീരീഡ്സിന്റെ സമയത്തുള്ള വേദന കാരണം ചിലപ്പം 2-3 പെയിൻ കില്ലറിലൊന്നും ഇത് ഒതുങ്ങാൻ ചാൻസ് ഇല്ല. ഛർദിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ കറങ്ങി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് അങ്ങനെയായിരിക്കും മിക്കവാറും അത് എൻഡ് ചെയ്യുക. ഇനി അതിനൊക്കെ ഒന്ന് 1 മാസത്തെ പീരീഡ്സിന്റെ വേദന വന്ന് കഴിഞ്ഞ് റിക്കവർ ആകുമ്പോഴേക്കും ടെൻഷനാണ്. അടുത്ത മാസം ഇതേപോലെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകണ്ടേ, മടുത്ത്. അത് ഭയങ്കര ഇഷ്യൂ തന്നെയാണ് ഇവരിത് ഫേസ് ചെയ്യുന്നത്. ചില പെൺകുട്ടികൾക്ക് ആർത്തവ ആരംഭം മുതലേ ഈ വേദന സഹിക്കാൻ തുടങ്ങും. എല്ലാ മാസവും കറക്റ്റ് ഇങ്ങനെ വേദന വരും. നമ്മൾ ചിലപ്പം ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടെസ്റ്റ് ഒക്കെ നടത്തുന്ന സമയത്തോ പ്രത്യേകിച്ച് പത്തോളജി ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ എല്ലാ പീരീഡ്സ് പെയിനും അങ്ങനെ ഒരു പത്തോളജി അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും അതിന്റെ പിന്നിൽ എന്തെങ്കിലും അസുഖം ഇല്ല നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാനും പറ്റില്ല. കാരണം ഒട്ടുമിക്ക പീരീഡ് പെയിന്റെ മെയിൻ റീസൺ വരുന്നത് എൻഡോമെട്രിയോസിസ് ആണ്. എൻഡോമെട്രിയോസിസ് ആണ് അത്രയും വലിയ വേദന. അതായത് ഇപ്പം പീരീഡ്സിന്റെ സമയത്ത് കൂടുതലായിട്ട് വേദന ഓരോ മന്ത്ലി കഴിയുമ്പോഴേക്കും വേദന വരുന്നുണ്ടെങ്കിൽ അത് എൻഡോമെട്രിയോസിസ് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പം ക്ലിനിക്കിലേക്ക് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷെ അവർക്ക് അറിയില്ല ഇത് എന്താണ് എൻഡോമെട്രിയോസിസ്. ടേം കണ്ട് മാത്രം പരിചയമുണ്ട്, നല്ലത് എന്താണെന്ന് ശരിക്കും അറിയില്ല. ശരിക്കും എന്താണ് എൻഡോമെട്രിയോസിസ്? എൻഡോമെട്രിയോസിസ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ആദ്യം നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയണം. ഫീമെയിൽ ജെനിറ്റൽ ഓർഗൻസ് എന്ന് പറയുമ്പോൾ ഒരു യൂട്രസ് ഉണ്ട്, പിന്നെ 2 ട്യൂബ് ഉണ്ട്, 2 ഓവറീസ് ഉണ്ട്. ഈ ഓവറിനെയും യൂട്രസിനെയും കണക്ട് ചെയ്യുന്നതാണ് ഫെലോപ്പിയൻ ട്യൂബ്സ്. യൂട്രസിന്റെ ഏറ്റവും ഉള്ളിലത്തെ ലൈനിങ് ആണ് എൻഡോമെട്രിയം. ഈ ഹോർമോണൽ ഇൻഫ്ലുവൻസ് കാരണം എൻഡോമെട്രിയത്തിന്റെ തിക്നെസ് ഇങ്ങനെ കൂടി വരും. പിന്നെ മെൻസ്ട്രേഷന്റെ സമയത്ത്, അതായത് ബ്ലീഡിങ് വരുന്ന സമയത്ത് ഹോർമോൺസ് ഒക്കെ കുറഞ്ഞ് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് ആണ് പുറത്തോട്ടേക്ക് ബ്ലഡ് ആയിട്ട് പോകുന്നത്. മെൻസസ് ആയ ഒരു 14ാമത്തെ ദിവസമായിരിക്കും ഓവറിയിൽ ഈ ഓവുലേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആകുന്നത്. എൻഡോമെട്രിയോസിസിൽ എന്താ സംഭവിക്കുന്നത്? ഉള്ളിലത്തെ എൻഡോമെട്രിയൽ ടിഷ്യൂസ് യൂട്രസിന് പുറത്ത് വളരുന്ന ഒരു അവസ്ഥ. എവിടെയാവാം. അത് ഓവറിയിലാകാം, ഇനിയിപ്പോ ട്യൂബിലാവാം, ഇനി യൂട്രസിന് മുന്നിലുള്ള ബ്ലാഡറിലാകാം, അല്ലെങ്കിൽ ബാക്കിലുള്ള അല്ലെങ്കിൽ മലാശയത്തിലാകാം. അതിന്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്, പോർച്ച് ഓഫ് ദ ഗ്ലാസ്, അവിടെയൊക്കെ വളരാം. ഈവൻ ലങ്സിലും ബ്രെയിനിലും വരെ ടിഷ്യൂസ് ഉണ്ട് എന്നാണ് വളരുണ്ടെന്നാ പറയുന്നത്. അങ്ങനല്ലേ? മെൻസ്ട്രൽ സൈക്കിളില് യൂട്രസിന്റെ ഉള്ളിലത്തെ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസിന് എന്തൊക്കെ മാറ്റം വരുന്നോ അതൊക്കെ പുറത്ത് വളരെ ടിഷ്യൂസിന് മാറുന്നുണ്ട്. ഹോർമോൺ ഇൻഫ്ലുവൻസ് കാരണം അത് വളരുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ പൊട്ടി അത് ബ്ലഡായി പുറത്തു പോകാനുള്ള സ്പേസ് ഇല്ല. എൻഡോമെട്രിയോസിസിലെ വേദന മാത്രം അനുഭവിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് പേഷ്യൻസിന് ചിലപ്പോൾ നല്ല ഛർദിയാണ്. അപ്പൊ ഈവൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത്. അപ്പൊ അവള് പീരിയഡ്സിന്റെ ആ ഒരു 2 to 3 days ബെഡിന്റെ അടുത്ത് ബക്കറ്റ് വെക്കുക ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഛർദിയും ക്ഷീണൊക്കെ ആയിട്ട് നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞാല്. വെച്ചാല് ഇപ്പം എൻഡോമെട്രിയോസിസ് പറയുമ്പോൾ വേദന മാത്രം, അതിന്റെ കൂടെ ഛർദി, പിന്നെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളായിട്ട് വരാം. നല്ല കോൺസ്റ്റിപ്പേഷൻ അപ്പോൾ ആൾ വിചാരിക്കും പൈൽസിൻ്റെതാണോ അല്ലെങ്കിൽ ഓൾറെഡി കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളോ അങ്ങനെ വിചാരിക്കും. പക്ഷെ ഇതും എൻഡോമെട്രിയോസിന്റെ ഒരു ലക്ഷണമാണ് സത്യം പറഞ്ഞാല്. കോൺസ്റ്റിപ്പേഷന് കൂടെ തന്നെ ഇപ്പം സ്റ്റൂള് പാസ് ചെയ്യുന്ന സമയത്ത് നല്ല പെയിൻ ആയിരിക്കും, പീരിയഡ്സിന്റെ സമയത്ത് പ്രത്യേകിച്ച്. അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നല്ല പെയിൻ ഉണ്ടാകും, ചിലപ്പോൾ ബ്ലഡും പോകും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണ സ്മെല്ല് പോലും പറ്റില്ല, ഭയങ്കര ഓക്കാനോ ക്ഷീണവും തളർച്ചയൊക്കെ ആയിരിക്കും. പേടിയാണ് അവർക്ക്. കാരണം നെക്സ്റ്റ് മന്ത് ഇതിലൂടെ ഞാൻ വീണ്ടും കടന്നു പോകണ്ടേ, ആ പെയിൻ ഇനിയും സഹിക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള വേദനയാണ്. അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അതല്ലാതെ ഇപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന ഇതിനൊരു ലക്ഷണമാണ് സത്യം പറഞ്ഞാല്. ഭയങ്കര കഠിനമായിട്ടുള്ള വേദന ആയിരിക്കും. അപ്പം അത് ചിലപ്പം
പ്രഗ്നന്റ് ആവാനൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഒക്കെ അത് ബുദ്ധിമുട്ടായി വരും. ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പം മാരേജിന് മുന്നേ ഇവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു ഫേസ് ചെയ്യുന്നുണ്ടാകും. പെയിൻ കില്ലർ ഒക്കെ കഴിച്ച് കഴിക്കും അത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോയി ട്രിപ്പൊക്കെ കയറ്റി കഴിഞ്ഞാൽ ഓക്കെ സെറ്റ് ആകുന്നു, അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവില്ല. അപ്പം ആക്ച്വലി ഇത് പ്രഗ്നൻസിക്ക് തടസ്സമാവോ ചോദിച്ചാൽ തടസ്സമാവാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. കാരണം എൻഡോമെട്രിയോസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് ഇവിടെ സ്കാർ ഫോം ചെയ്യുക, അല്ലെങ്കിൽ അഡീഷൻസ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ. നല്ല രീതിക്ക് നിൽക്കുന്ന ഒരു ഗർഭപാത്രത്തിൽ ഇങ്ങനെ കുറെ ടിഷ്യൂസ് വന്ന് ഒട്ടിപ്പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അവിടെ പ്രഗ്നൻസി ഡിഫിക്കൽട്ടി ആണ്. അതിന് ഒരു റീസൺ എന്ന് പറഞ്ഞാല് ഇപ്പൊ ട്യൂബിലാണ് ഈ സ്കാർസ് ഒക്കെ വന്ന് കഴിഞ്ഞ് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാല് ഈ സ്കാർസും അഡീഷൻസും ഒക്കെ ട്യൂബിലാണ് വരുന്നതെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചു പോകും. അപ്പം ഓവറിന്ന് വരേണ്ട ഓവം യൂട്രസിലോട്ടേക്ക് എത്തുന്നില്ല. അതെ, മാത്രല്ല ചിലപ്പം ഇതിന്റെ ഒരു ട്യൂബിന്റെ പൊസിഷൻ മാറിയേക്കാം, ട്യൂബിന്റെ ഷേപ്പ് മാറിയേക്കാം. ഇനിയിപ്പോ അഥവാ സിസ്റ്റ് ഓവറിലാണ് വരുന്നതെങ്കിൽ അവിടെ ഓവുലേഷൻ പ്രോപ്പറായിട്ട് സംഭവിക്കില്ല. ഓവുലേഷൻ സംഭവിക്കേണ്ട എങ്ങനെ പ്രഗ്നൻസി ഉള്ള ഒരു ചാൻസ് കുറവാണല്ലോ. മറ്റൊരു റീസൺ ആണ് നേരത്തെ മൂസി പറഞ്ഞത്, ബന്ധപ്പെടുമ്പോണ്ടാവുന്ന വേദന. അതും അൾട്ടിമേറ്റ് അതാണല്ലോ, സെക്സ് ചെയ്യാതെ കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. അതും പ്രഗ്നൻസിക്ക് ഒരു തടസ്സം തന്നെയാണ്. മിക്കവാറും പീരിയഡ് പെയിൻ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് സ്കാനിംഗ് ഒന്ന് എഴുതി കൊടുക്കും. അതെ, ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ സ്കാനിങ്ങും എഴുതും. പിന്നെ സ്കാനിങ്ങിലും തിരിച്ചറിയാൻ പറ്റാത്തത് ഇപ്പൊ MRI CT, അതല്ലാതെ അതിലും തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ ലാപ്രോസ്കോപ്പി സർജറി ഒക്കെ ചെയ്തിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഒരു കോമൺ സംശയമാണ് ഈ എൻഡോമെട്രിയോസിസ് പൂർണ്ണമായിട്ട് മാറുമോ, അതോ ചില ഡോക്ടേഴ്സ് പറഞ്ഞ് ചെല്ലാറുണ്ട് ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല, എത്ര കാലം മെഡിസിൻ കഴിക്കണം, അതൊക്കെ ഭയങ്കര പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർ എത്ര കാലം മെഡിസിൻ കഴിക്കണം പ്രഗ്നന്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ ആദ്യം ഉണ്ടാവുക. അപ്പൊ എങ്ങനെ ഇത് ട്രീറ്റ്മെന്റ് പോവുക, അങ്ങനെയൊക്കെയാണ് പലർക്കുള്ള സംശയങ്ങൾ. ഏറ്റവും നല്ലത് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഏർലി സ്റ്റേജിൽ കണ്ടെത്തി അതിനനുസരിച്ചുള്ള നമ്മള് ഡയറ്റ് ചേഞ്ചസും അതുപോലെ എക്സസൈസും ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യൂർ ചെയ്ത് എടുക്കാൻ പറ്റാവുന്ന ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യുക, ക്വാളിറ്റി ഓഫ് ലൈഫിന് ഒന്നും കൂടെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ശരിക്കും എൻഡോമെട്രിയോസിന് മെഡിസിൻസ് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതെ, അപ്പൊ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഷുഗർ. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യണം. അതുപോലെ ഈ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ഇപ്പൊ ഫ്രൈഡ് ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ മറ്റ് ഈ പാക്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, പ്രോസസ്ഡ് ഫുഡ്, ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. റെഡ് മീറ്റും കഴിക്കുന്നത് വല്ലപ്പോഴൊക്കെ ആയിട്ട് മാത്രം കഴിക്കുക. ഇൻക്ലൂഡ് ചെയ്യുന്ന ഭക്ഷണം ഈ എൻഡോമെട്രിയോസിസ് നമ്മളുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ പെയിൻ എങ്ങനെയെങ്കിലും കുറയ്ക്കണം, അല്ലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കണം, ക്വാളിറ്റി ഓഫ് ലൈഫിന് ഇംപ്രൂവ് ചെയ്യണം. ട്രീറ്റ്മെന്റ് കൂടെ തന്നെ കുറച്ച് ഭക്ഷണങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കുറയ്ക്കാനൊക്കെ സഹായിക്കും. അപ്പൊ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ആരടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഒട്ടുമിക്ക പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഒക്കെ അതിന്റെ ബെസ്റ്റ് സോഴ്സ് ആണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നല്ലോണം ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ കടലവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ ഈ മെഗ്നീഷ്യം പെയിൻ കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കും. പംകിൻ സീഡ്സ്, ആൽമണ്ട്, കാഷ്യൂ, ഇതിലൊക്കെ ഒരുപാട് മാഗ്നീഷ്യം. അതുപോലെ സോയാബീൻ കഴിക്കുക. ഈവൻ ഡാർക്ക് ചോക്ലേറ്റ്, ഷുഗർ കുറഞ്ഞിട്ടുള്ള ചോക്ലേറ്റ്സിലും നല്ല മെഗ്നീഷ്യം, പീരിയഡ് പെയിന് കുറച്ച് ഇഫക്റ്റീവ് ആണ്. അതുപോലെ ഈ ഓട്സ് കഴിക്കാം, ബ്രൗൺ റൈസ് കഴിക്കാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സും നല്ലൊരു അടിപൊളി സാധനമാണ്. നമ്മള് ഈ ഫാറ്റ് ഫിഷിൽ മീനുകളൊക്കെ കഴിക്കുക. ഒലിവ് ഓയിൽ, അവോക്കാഡോ, അതുപോലെ ചിയാ സീഡ്, പിന്നെ ഫ്ലാക്സ്, വാൾനട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഈ രീതിയിലുള്ള ഭക്ഷണം കൂടെ ഒന്ന് മാക്സിമം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. എക്സസൈസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫുഡിന്റെ കൂടെ ശ്രദ്ധിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ എക്സസൈസും ഡെയിലി ലൈഫിൽ ഒരു അറ്റ്ലീസ്റ്റ് 30 to 45 മിനിറ്റ്സ് എങ്കിലും അത് കൊണ്ടുവരാം. പീരിയഡ് പെയിൻ ഉള്ള ആൾക്കാരും നല്ല പീരിയഡ്സിന്റെ എന്ത് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് വർക്കൗട്ട് ഡെയിലി ലൈഫിന് കൂടെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കിപ്പോ പീരിയഡ് പെയിൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സസൈസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പീരിയഡ്സിന്റെ സമയത്ത്. അപ്പൊ നമുക്ക് യോഗ ചെയ്യാം, സ്ലൈറ്റ്ലി അധികം ബോഡി മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത യോഗ പോലത്തെ ചെയ്യാം. അതുപോലെ ഡെയിലി വർക്ക്ഔട്ട്സ് ആയിട്ട് ഇപ്പൊ സ്വിമ്മിങ്, വാക്കിംഗ്, അത് അയാൾക്ക് പാഷനാണ്. എന്താണ് ഇഷ്ടം? ഡാൻസ് ചെയ്യാം, ഡാൻസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് സൂംബ ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാം, ഇവൻ നടക്കാം, ജോഗിങ് പോവാം. വീക്കിലി ഒരു 3 to 4 times കൂടെ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓവർ വെയിറ്റുള്ള ആളുകളാണ് വെയിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഈ എക്സസൈസിന്റെയും ഡയറ്റിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓക്കെ അസുഖം മാറണ വരെ ഇത് ചെയ്താൽ മതിയല്ലോ, അത് കഴിഞ്ഞാൽ ബാക്ക് ടു എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫിലേക്ക് പോവാലോ, അങ്ങനെയല്ല.
അതന്നെയാണ് മറ്റേ PCOD കേസസിൽ വരുന്നത്. അതെ. നമ്മൾ എത്ര കാലം മെഡിസിൻ കഴിക്കണം എന്ന് ചോദിക്കല്ലോ, പക്ഷെ ഇന്ന സമയത്തേക്ക് നമ്മൾ വർക്ക്ഔട്ടും ഡയറ്റും ഒക്കെ ചെയ്ത് ബാലൻസ് ചെയ്യാന്നുള്ളതല്ല, കഴിഞ്ഞിട്ടും അത് ഫോളോ ചെയ്യാം. അതൊരു റൂട്ടീൻ ആക്കി മാറ്റുക, ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് കിട്ടാവുന്ന ഭക്ഷണത്തെ തന്നെ നമുക്ക് മാക്സിമം അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അത് കഴിക്കുക, അതിനായിട്ടുള്ളൊരു വർക്ക്ഔട്ട് ചെയ്യാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ലൈഫിലോ. ഇപ്പം ഫീമെയിൽ റിലേറ്റഡ് കംപ്ലൈൻസ് മാത്രമല്ല, ഏതൊരു അസുഖമാണ്, ഈവൻ ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ലൈഫിലോ വ്യായാമം ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് സ്ട്രെസ് ലെവൽ കുറയ്ക്കുക. സ്ട്രെസ് ലെവൽ കുറയ്ക്കുമ്പോൾ നമ്മൾ പേഷ്യൻസിനോട് പറയും സ്ട്രെസ് ലെവൽ കുറയ്ക്കണം. എങ്ങനെയാണ് സ്ട്രെസ് കുറയ്ക്കുക എന്നാണ് പേഷ്യൻസ് ചോദിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പൊ മോർണിംഗ് ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യണത് നല്ലതാണ്. അതുപോലെ എന്തെങ്കിലും സ്ട്രെസ് കുറയ്ക്കാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഗാർഡനിങ് ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ മ്യൂസിക്, ഫിലിംസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് കാണാം. അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് സ്ട്രെസ് ലെവലിനെ കുറയ്ക്കണം. അത് യൂട്രൈൻ കംപ്ലൈൻസ് എന്തിനാണെന്നുണ്ടെങ്കിലും സ്ട്രെസ് കുറയ്ക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നുണ്ടോ ഉറപ്പ് വരുത്താം. അതിപ്പോ നമ്മളാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തൊന്ന് ഫോണൊക്കെ നോക്കി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കിടക്കാനായിരിക്കും ടെൻഡൻസി ഉണ്ടാവുക. മിനിമം ഒരു 6 to 7 hours ഓഫ് സ്ലീപ്പ് അതും കൂടെ കിട്ടുന്നുള്ളത് ഉറപ്പ് വരുത്താം. ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്.